السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين. بسم الله الرحمن الرحيم. إذا وقعت الواقعة ليس لوقعتها كاذبة خافضة رافعة. إذا رجت الأرض رجا وبست الجبال بسا فكانت هباء منبثا. وكنتم أزواجا ثلاثا فأصحاب الميمنة ما أصحاب الميمنة، وأصحاب المشأمة ما أصحاب المشأمة، والسابقون السابقون. صدق الله العلي العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم: من قرأ سورة الواقعة كل ليلة لم تصبه فاقة أبدا. صدق رسول الله. يا ربي صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا ربي آت المنى بحق سيدنا محمد صاحب الآيات والحكم. يا رب سيدنا خير الورى سندا حصل مقاصدنا ذا الجود والكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ അഭിവന്യരായ പണ്ഡിതന്മാർ, മുതഅല്ലിമീങ്ങൾ, സ്നേഹനിധികളായ സഹോദര സഹോദരിമാർ,
ഈ പരിശുദ്ധമായ മജ്ലിസു ശിഫയിൽ പങ്കുചേർന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സഹോദരിമാർ, വിശുദ്ധമായ മജ്ലിസു ശിഫ എന്ന കൂട്ടായ്മയുടെ 4ാമത്തെ പ്രാർത്ഥനാ സദസ്സിലാണ് നാം ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പരിശുദ്ധമായ മജ്ലിസ് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആരെല്ലാം എന്തെല്ലാം ഉദ്ദേശ ലക്ഷ്യങ്ങൾ വെച്ച് ഈ വിശുദ്ധ മജ്ലിസിൽ പങ്കെടുത്തവരുണ്ടോ അവരുടെ എല്ലാവരുടെയും എല്ലാ ഉദ്ദേശ്യങ്ങളും അല്ലാഹു നിറവേറ്റി കൊടുക്കുമാറാകട്ടെ. എല്ലാവർക്കും അല്ലാഹു സന്തോഷവും ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുദീർഘമായി സംസാരിക്കുന്നില്ല. വിശുദ്ധമായ ഖുർആനിലെ പവിത്രമായ സൂറത്തുൽ വാഖിഅയിലെ ഓതിവെച്ച ആയത്തുകൾക്ക് ചെറിയ ഒരു വിശദീകരണം നൽകി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ ലക്ഷങ്ങളായ സ്വലാത്തുകൾ ചൊല്ലി സമർപ്പിക്കുന്ന വിശുദ്ധമായ മജ്ലിസ്, പരിശുദ്ധമായ ഖുർആനിലെ ഏതാനും ചില സൂക്തങ്ങൾ പാരായണം ചെയ്ത് വിശദീകരിക്കുന്ന ഈ സദസ്സ് എന്തുകൊണ്ടും അല്ലാഹു പൊരുത്തപ്പെടുന്ന, ഇഷ്ടപ്പെടുന്ന, സ്വീകരിക്കുന്ന മജ്ലിസാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലാഹു നമ്മുടെ ഈ മജ്ലിസ് നമ്മിൽ നിന്ന് സ്വീകരിച്ച് ഇനിയും ധാരാളം ഹസനാത്തുകൾ, നന്മകൾ ചെയ്യാൻ ഇത്തരം സദസ്സുകൾ നമുക്ക് അല്ലാഹു കാരണമാക്കി തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശുദ്ധമായ ഖുർആനിലെ വലിയ മഹത്വമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ വാഖിഅ. എല്ലാ ദിവസവും ഒരു വിശ്വാസി അവന്റെ ജീവിതത്തിൽ പാരായണം ചെയ്യേണ്ട, അവന് വലിയ മഹത്വങ്ങൾ ലഭിക്കുന്ന വളരെ പുണ്യമേറിയ സൂറത്താണ് സൂറത്തുൽ വാഖിഅ എന്ന പേരിൽ അറിയപ്പെടുന്ന അധ്യായം. മഹാനായ ഇമാം മസ്റൂഖ് റളിയല്ലാഹു അൻഹു മഹാനവർകൾ പറഞ്ഞത്, من أراد أن يعلم نبأ الأولين والآخرين ونبأ أهل الجنة ونبأ أهل النار ونبأ أهل الدنيا ونبأ أهل الآخرة. ആർക്കെങ്കിലും സ്വർഗാവകാശികളെ കുറിച്ചും നരകാവകാശികളെ കുറിച്ചും അറിയണമെങ്കിൽ ആദ്യ കാലഘട്ടത്തിലെ ആളുകളെ കുറിച്ചും
പിൽക്കാലക്കാരായ ആളുകളെ കുറിച്ചും അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഭൗതികമാകുന്ന ലോകത്തിന്റെ സുഖാനുഗ്രഹങ്ങളിൽ ഉല്ലസിച്ച് ജീവിക്കുന്ന ആളുകൾ അവരുടെ വിവരങ്ങളെ കുറിച്ച്, അതുപോലെ പാരത്രികമാകുന്ന ലോകത്ത് വിജയങ്ങൾ കൈവരിക്കുന്ന ആളുകളുടെ വാർത്തകളെ കുറിച്ച് അറിയണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സൂറത്തുൽ വാഖിഅ, അവൻ വിശുദ്ധമായ പരിശുദ്ധമായ സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യട്ടെ എന്ന്. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ വാഖിഅയിൽ അടങ്ങിയിരിക്കുന്ന ഉള്ളടക്കത്തെ കുറിച്ചാണ് ഇമാം മസ്റൂഖ് റളിയല്ലാഹു അൻഹു ഈ വിവരിക്കുന്നത്. മുൻഗാമികളെ കുറിച്ച്, പിൽക്കാലക്കാരെ കുറിച്ച്, സ്വർഗാവകാശികളെ കുറിച്ച്, നരകത്തിന്റെ ആളുകളെ കുറിച്ച്, ഭൗതിക ജീവിതത്തിൽ സുഖങ്ങൾ അനുഭവിച്ച് ഉല്ലസിക്കുന്നവരെ കുറിച്ച്, പാരത്രിക ലോകത്ത് വിജയിക്കുന്ന ആളുകളെ കുറിച്ച് വിശുദ്ധമായ ഖുർആനിലെ ഈ അധ്യായത്തിൽ നമുക്കെല്ലാവർക്കും പഠിക്കാൻ കഴിയുന്ന രൂപത്തിൽ ചെറിയ വിശദീകരണങ്ങൾ നൽകി അല്ലാഹു നമ്മോട് സംസാരിക്കുകയാണ്. വദവാഉ ഖൽബിൻ ഖംസത്തും ഫതിലാവ ബിതദബ്ബുരിൽ മഅനാ വലിൽ ബത്നിൽ ഖലാ. മഹാനായ അശ്ശൈഖ് സൈനുദ്ദീൻ അൽ മഖ്ദൂം അൽ മഅബരി റളിയല്ലാഹു അൻഹു ഔലിയാക്കളുടെ വഴിയിലേക്ക് വിശ്വാസികളെ കൈപിടിച്ചുയർത്തുന്നതിനുള്ള ഉപദേശങ്ങൾ നൽകാൻ കിതാബുൽ അദ്കിയ എന്ന പേരിൽ ഒരു ചെറിയ ഗ്രന്ഥം രചിച്ചപ്പോ അതിൽ മഹാനവറുകൾ പറയുകയാണ്, മോനെ, നിന്റെ മനസ്സിന്റെ രോഗങ്ങൾ സുഖപ്പെടാൻ 5 മരുന്നുകളുണ്ട്. ആ 5 മരുന്നുകളിൽ ഒന്നാമതായി മഹാനവറുകൾ പറഞ്ഞത് വിശുദ്ധമായ ഖുർആൻ അർത്ഥം ചിന്തിച്ചു പാരായണം ചെയ്യുക എന്നതാണ്. ഒരു മനുഷ്യന്റെ മനസ്സു നന്നാകാൻ, അഹങ്കാരത്തിൽ നിന്ന്, അസൂയയിൽ നിന്ന്, അങ്ങനെയുള്ള മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ ദുസ്വഭാവങ്ങളിൽ നിന്ന്, അശ്ലീലതകളിൽ നിന്ന് മനസ്സിനെ നന്നാക്കാനുള്ള ഏറ്റവും വലിയ മരുന്ന് വിശുദ്ധമായ ഖുർആൻ അർത്ഥം ചിന്തിച്ച് പാരായണം ചെയ്യുക എന്നതാണ്. അതുകൊണ്ട് തന്നെ മജ്‌ലിസു ശിഫയുടെ തുടർന്നുള്ള വേദികളിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് സൂറത്തുൽ വാഖിഅയുടെ ബാക്കി ഭാഗങ്ങൾ പറയണം. വിശുദ്ധമായ ഖുർആനിൽ നാം എപ്പോഴും പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചെയ്യേണ്ട സൂറത്തുകളെ കുറിച്ച്, അധ്യായങ്ങളെ കുറിച്ച് നാം മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങൾ കണ്ടോ, മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു രോഗിയായി കിടക്കുമ്പോ ഇബ്നു മസ്ഊദ് തങ്ങളുടെ സമീപത്തേക്ക് ചെല്ലുകയാണ്. ആ രോഗം മൂർച്ഛിച്ചുകൊണ്ടാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വഫാത്തായി പോയത്. അവിടുത്തെ മരണത്തിന് വരെ കാരണമായ ആ രോഗം, അതിൽ രോഗബാധിതനായി കിടക്കുന്ന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു ചെന്നിട്ട് സന്ദർശിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, മാ തസ്തകീ, എന്താണ് നിങ്ങളെ സങ്കടം, എന്താണ് നിങ്ങളെ പ്രയാസം, എന്താണ്?
ഉടനെ തന്നെ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് തങ്ങളുടെ മറുപടി ദുനൂബി, എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾ, തെറ്റുകൾ, അതാണ് എന്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ സങ്കടം. ഉടനെ മഹാനായ ഉസ്മാൻ തങ്ങൾ ചോദിക്കുകയാണ്, ഫമാ തസ്തഹി, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളെ, ഇനി എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങളെ മനസ്സിനുള്ള വേദന, ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെ കുറിച്ച് ആലോചിച്ചു കൊണ്ടാണെങ്കിൽ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? ഉടനെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളുടെ മറുപടി റഹ്മത്തു റബ്ബി, രാജാവായ എന്റെ റബ്ബിന്റെ കാരുണ്യമാണ്. എന്റെ റബ്ബ് എന്നെ അനുഗ്രഹിക്കലാണ്. ആ റബ്ബ് എനിക്ക് മാപ്പ് നൽകലാണ്. ആ റബ്ബ് എനിക്ക് പൊരുത്തപ്പെട്ടു തരലാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ആ വലിയ ആഗ്രഹം കേട്ടപ്പോ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ്, രോഗം വല്ലാതെ മൂർച്ഛിച്ചിരിക്കുന്നു, വലിയ പ്രയാസത്തിലാണല്ലോ, ഞാൻ ഒരു ഡോക്ടറെ വിളിച്ചാലോ? ഏതെങ്കിലും ഒരു വൈദ്യനെ വിളിച്ചുകൊണ്ട് ചികിത്സയ്ക്ക് ആവശ്യപ്പെട്ടാലോ? ഉടനെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളുടെ മറുപടി, വേണ്ട, ഒരു ഡോക്ടറെയും വിളിക്കേണ്ടതില്ല. ഡോക്ടറാണ് എന്നെ രോഗിയാക്കി മാറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരു ഡോക്ടറെയും ഇങ്ങോട്ട് വിളിക്കേണ്ടതില്ല, ഒരു ചികിത്സയും നടത്തേണ്ടതില്ല. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മരണം മുന്നിൽ കണ്ടുകൊണ്ട് കിടക്കുന്ന രോഗിയാണ്. സഹോദരങ്ങളെ, ആ സമയത്ത് മഹാനായ ഉസ്മാൻ തങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളോട് ചോദിക്കുകയാണ്, എന്നാൽ ഓ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, നാട്ടിലുള്ള മുഹിബ്ബീങ്ങളായ ആളുകളോട് തങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹദിയ തരാൻ വേണ്ടി ഞാൻ ആവശ്യപ്പെടട്ടെ, ഞാൻ ജനങ്ങളോട് കൽപ്പിക്കട്ടെ? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ പറയാനില്ല, വേണ്ട, എനിക്ക് ഒരാളുടെയും സഹായം ആവശ്യമില്ല. ലാ ഹാജത ലീ ഫീഹ്, അങ്ങനെ ഒരു സഹായം എനിക്ക് ആവശ്യമില്ല. ഹബസ്തുഹു അന്നി ഫീ ഹയാതി, എന്റെ ജീവിതകാലത്ത് ഞാനത് തടഞ്ഞു വെച്ചതാണ്. ഒരാളിൽ നിന്നും ഞാൻ ഒരു സഹായവും സ്വീകരിച്ചിട്ടില്ല. പിന്നെ വതദ്ഫഉഹു ലീ ഇൻദ മമാതി, എന്റെ മരണസമയത്ത് ഞാൻ എന്റെ ജീവിതത്തിൽ തടഞ്ഞു വെച്ച കാര്യം എന്റെ മരണസമയമാകുമ്പോ നീ എനിക്ക് കൊണ്ടുവന്ന് തരികയാണോ? നിങ്ങൾ എനിക്ക് കൊണ്ടുവരികയാണോ? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളുടെ മറുപടി കേട്ടപ്പോ ഉസ്മാൻ തങ്ങൾ പറയുകയാണ്, അബ്ദുല്ലാഹ്, യകൂനു ലി ബനാതിക മിൻ ബഅദിക, നിങ്ങൾക്ക് പെൺമക്കൾ ഉള്ളതാണല്ലോ, ആ പെൺമക്കൾക്ക് വലിയ ഗുണം ചെയ്യുമല്ലോ. നിങ്ങളെ ആ പെൺമക്കൾക്ക് ആ പെൺമക്കള് ഒരു പ്രായമാകുന്നതിന്റെ മുമ്പ്, അവർ ഉത്തരവാദിത്ത ബോധമുള്ളവരാകുന്നതിന്റെ മുമ്പ്, അവരെ ആരുടെയെങ്കിലും ഒക്കെ കയ്യിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് നിങ്ങൾ മരണപ്പെടുകയാണെങ്കിൽ
ചെയ്യുകയാണെങ്കിൽ ആ പെൺമക്കൾക്ക് വലിയ ഗുണം ചെയ്യുമല്ലോ. മുഹിബ്ബീങ്ങളായ ആളുകൾ തരുന്ന സഹായം അതുകൊണ്ട് വലിയ ഗുണം ലഭിക്കുമല്ലോ. ഉടനെ തന്നെ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് തങ്ങൾ പറയാണ്, അല്ലയോ ഉസ്മാൻ തങ്ങളെ, അതഖ്ശാ അലാ ബനാതി അൽഫാഖത മിൻ ബഅദി, ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്റെ പെൺകുട്ടികൾക്ക് ദാരിദ്ര്യം വരുമെന്ന് നിങ്ങൾ ഭയപ്പെടുകയാണോ? എന്റെ പെൺമക്കൾക്ക് ഭക്ഷണം കിട്ടാതെ പ്രയാസപ്പെടുമെന്ന് ഭയപ്പെടുകയാണോ? അവര് സാമ്പത്തികമായ വലിയ പ്രതിസന്ധിയിൽ അകപ്പെടുമെന്നത് നിങ്ങൾ പേടിക്കുകയാണോ? എന്നാൽ ഭയപ്പെടേണ്ടതില്ല, പേടിക്കേണ്ടതില്ല. കാരണം ഇന്നി അമർത്തുഹുന്ന അൻ യഖ്റഅന സൂറത്തുൽ വാഖിയ കുല്ല ലൈല, എന്റെ പെൺമക്കളോട് എല്ലാ ദിവസവും രാത്രിയിൽ സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യാൻ വേണ്ടി ഞാൻ കൽപ്പിച്ചിട്ടുണ്ട് ഉസ്മാൻ. ഫഇന്നി സമീഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, മുത്തുനബി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മൻ ഖറഅ സൂറത്തുൽ വാഖിയതി കുല്ല ലൈല ലം തുസിബ്ഹു ഫാഖത്തുൻ അബദാ. ആരെങ്കിലും എല്ലാ ദിവസവും എല്ലാ രാത്രിയിലും സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യുകയാണെങ്കിൽ അവന് ദാരിദ്ര്യം വരൂല, അവര് അതാ പ്രയാസം വരൂല, സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കൂല, അവന് ഭക്ഷണത്തിന് പ്രയാസപ്പെടൂല. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഈ ഹദീസ് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പെൺമക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മക്കളെ, എല്ലാ ദിവസവും രാത്രിയിൽ സൂറത്തുൽ വാഖിയ പാരായണം ചെയ്തിട്ടല്ലാതെ നിങ്ങൾ ഉറങ്ങരുതേ. അതുകൊണ്ട് ഉസ്മാൻ തങ്ങളെ, എന്റെ പെൺമക്കളുടെ വിഷയത്തിൽ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. സുബ്ഹാനല്ലാഹ്, എന്തൊരു വലിയ മഹത്വമുള്ള സൂറത്താണ്. ഞാൻ ഇനി സൂറത്തുൽ വാഖിയയുടെ മഹത്വം പറയുന്നില്ല. മഹാന്മാരായ പണ്ഡിതന്മാർ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എത്രയോ ഹദീസുകൾ എടുത്തു വെച്ചിട്ടുണ്ട്, അവര് പഠിപ്പിച്ചിട്ടുണ്ട്. സൂറത്തുൽ വാഖിയ എന്നത് സൂറത്തുൽ ഗിനാ. സൂറത്തുൽ വാഖിയ അത് ഐശ്വര്യം നൽകുന്ന സൂറത്താണ്, ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന സൂറത്താണ്, സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന സൂറത്താണ്. അതുകൊണ്ട് സൂറത്തുൽ വാഖിയ നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിക്കണേ. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അത്രയും വലിയ മഹത്വമുള്ള സൂറത്താണ്, അധ്യായമാണ് സൂറത്തുൽ വാഖിയ. ഈ സൂറത്ത് 99 ആയത്തുകളാണ്. 99 ആയത്തുകളാണ് സൂറത്തുൽ വാഖിയ. ഈ മഹത്തായ സൂറത്ത് പാരായണം ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന ഗുണഫലങ്ങളാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത്. മജ്‌ലിസു ശിഫ എന്ന നമ്മുടെ ഈ കൂട്ടായ്മക്ക് കീഴിൽ ലക്ഷങ്ങളായ സ്വലാത്തുകൾ ചൊല്ലിത്തീർക്കുന്ന ഉമ്മമാരെ, സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധമായ ഖുർആൻ നാം പാരായണം ചെയ്യുന്നവരാകണം. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജീവിതമാകണം. ഇഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബിഹി.
മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, നിങ്ങൾ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യണം, കഴിയുന്ന അത്ര നിങ്ങൾ ഓതണം. കാരണം ഖിയാമത്ത് നാളിൽ വിശുദ്ധമായ ഖുർആൻ ശുപാർശ ചെയ്തുകൊണ്ട് അതിന്റെ ആളുകൾക്ക്, അതിന്റെ അസ്ഹാബിന് വരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കൂട്ടത്തിൽ എല്ലാ ദിവസവും സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്നത്, സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നത്, സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യുന്നത്, ഇങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിൽ നാം പാരായണം ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട അധ്യായങ്ങളുണ്ട്, സൂറത്തുകളുണ്ട്. അതിലൊന്നാണ് സൂറത്തുൽ വാഖിയ. 99 ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത്. അതിന്റെ ആരംഭത്തിലെ ഏതാനും ചില സൂക്തങ്ങൾ ഇൻഷാ അല്ലാഹ് ചെറിയ വിശദീകരണം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇദാ വഖഅത്തിൽ വാഖിയ ലൈസ ലിവഖഅതിഹാ കാദിബാ ഖാഫിളത്തുർ റാഫിഅ. അല്ലാഹു നമ്മോട് പഠിപ്പിക്കുകയാണ്, ഇദാ വഖഅത്തിൽ വാഖിയ, ഖിയാമത്ത് നാള് ഇവിടെ സംഭവിച്ചാൽ, സുബ്ഹാനല്ലാഹ്, ഖിയാമത്ത് നാളിനെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞ പ്രയോഗം തന്നെ അൽ വാഖിയ, അതൊരു സംഭവമാണ് എന്നാണ്. ഖിയാമത്ത് നാൾ സംഭവിച്ച കാര്യമാണെന്ന നിലക്ക്, അതല്ലെങ്കിൽ ആ കാര്യത്തെ കുറിച്ച് അൽ വാഖിയ, അതൊരു സംഭവമാണ് എന്ന നിലക്ക് അല്ലാഹു വിശേഷിപ്പിക്കുകയാണ്. കാരണം അതുണ്ടാകുമെന്നുറപ്പാണ്, അതൊരിക്കലും ഇല്ലാതെയാകുന്നില്ല. ഖിയാമത്ത് നാൾ ഉണ്ടാകുമെന്ന് അത്രമാത്രം ഉറപ്പുള്ളത് കൊണ്ട് വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഇദാ വഖഅത്തിൽ വാഖിയ. ആ സംഭവമുണ്ടല്ലോ, ഖിയാമത്ത് നാളുണ്ടല്ലോ, അത് സംഭവിക്കുന്ന സമയം, സുബ്ഹാനല്ലാഹ്, ലൈസ ലിവഖഅതിഹാ കാദിബാ, അതിന്റെ അത് സംഭവിക്കുന്നതിനെ നിഷേധിക്കുന്ന ഒരാളും ഇവിടെ ഉണ്ടാകൂല. ദുനിയാവിൽ വെച്ച് ഖിയാമത്ത് നാളിനെ നിഷേധിച്ചവരുണ്ട്, പുനർജന്മത്തെ നിഷേധിച്ചവരുണ്ട്, ആഖിറത്തിനെ നിഷേധിച്ചവരുണ്ട്, ഖബറിലെ ഒരു ജീവിതത്തെ നിഷേധിച്ചവരുണ്ട്. ഈ ലോകത്തിനൊരു അവസാനമുണ്ട്, ഒരു അന്ത്യമുണ്ട് എന്നതിനെ നിഷേധിച്ച യുക്തിവാദികളുണ്ട്, നിരീശ്വരവാദികളുണ്ട്, അല്ലാഹുവിനെ അവിശ്വസിക്കുന്ന കൂട്ടരുണ്ട്. എന്നാൽ ഖുർആൻ പറയുകയാണ്, മോനെ, ഭൗതികമാകുന്ന ലോകത്ത് ഇതിനെയൊക്കെ നിഷേധിക്കുന്നവനാണ് നീയെങ്കിൽ, ഇദാ വഖഅത്തിൽ വാഖിയ ലൈസ ലിവഖഅതിഹാ കാദിബാ, അതങ്ങ് സംഭവിക്കുമ്പോ അതിനെ നിഷേധിക്കുന്ന ഒരാളും ഉണ്ടാവുകയില്ല. ആ ഖിയാമത്ത് നാളിന്റെ അവസ്ഥ എന്താണ്, സ്വഭാവം എന്താണ്? ഖാഫിളത്തുർ റാഫിയ, ചില ആളുകളെ ഖിയാമത്ത് നാള് അതാ താഴ്ത്തിക്കളയും, അവരെ നിസാരമാക്കിക്കളയും, അവരെ നിന്യരാക്കിക്കളയും. വേറെ ചില ആളുകളെ ഉന്നതന്മാരാക്കും, അവരെ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് എത്തിക്കും. ഖിയാമത്ത് നാള് സംഭവിച്ചാൽ തെറ്റ് ചെയ്ത തമ്മാടികളായ ആളുകളെ നരകത്തിലേക്ക് കൊണ്ടുപോയി പ്രവേശിപ്പിച്ച് നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞ് അവരെ നിന്യരാക്കുന്നതാണ്, അവരെ തരം താഴ്ത്തുന്നതാണ്. അതേസമയം ആ ഖിയാമത്ത് നാള് സംഭവിക്കുമ്പോ ഈ ഭൗതികമാകുന്ന ലോകത്ത് നിസ്കാരം നിത്യമായി നിർവഹിച്ചവര്, നോമ്പനുഷ്ഠിച്ചവര്, സൽക്കർമ്മങ്ങളെ കൊണ്ട് ഭൗതികമാകുന്ന ലോകത്തെ ജീവിതത്തെ ധന്യമാക്കിയവര്, അവരെ അതാ ഉന്നതങ്ങളിലേക്ക് എത്തിക്കുകയാണ്, അവർക്ക് സ്വർഗം ലഭിക്കുകയാണ്.
വലിയ പദവി ലഭിക്കുകയാണ്. നാളിന്റെ ചെറിയ ഒരു വിശദീകരണം സൂറത്തുൽ വാഖിയ നൽകുകയാണ്. ഇദാ റുജ്ജത്തിൽ അർളു റജ്ജാ, ഈ നാം അധിവസിക്കുന്ന ഈ ഭൂമിയുണ്ടല്ലോ, അതിനെ കിടുകിടാ വിറപ്പിക്കപ്പെടുന്ന ഒരു സമയം വരാനുണ്ട്. ഈ ഭൂമി കിടുകിടാ വിറക്കുന്ന ഒരു സമയം വരാനുണ്ട്. വബുസ്സത്തിൽ ജിബാലു ബസ്സാ, പർവ്വതങ്ങളെ മുഴുവനും ഇടിച്ച് പൊടിച്ച് അതാ തരിപ്പണമാക്കപ്പെടുകയാണ്. ഈ ഭൂമി ലോകത്ത് വലിയ ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങളില്ലേ, ആ പർവ്വതങ്ങളെ മുഴുവനും തരിപ്പണമാക്കപ്പെടുകയാണ്. ഭൂമി കിടകിടാ വിറക്കപ്പെടുകയാണ്, വിറപ്പിക്കപ്പെടുകയാണ്. പർവ്വതങ്ങളെ മുഴുവനും തരിപ്പണമാക്കപ്പെടുകയാണ്. ഫകാനത് ഹബാഅം മുംബസ്സാ, ആ പർവ്വതങ്ങള് മുഴുവനും പാറി പറക്കുന്ന പൊടിപടലങ്ങളായി മാറുകയാണ്. സുബ്ഹാനല്ലാഹ്. മരുഭൂമിയിലൂടെ അതാ യാത്ര ചെയ്യുന്ന സമയത്ത് നല്ല കാറ്റ് അടിച്ചു വീശുമ്പോ, അതിശക്തമായ കാറ്റ് അടിച്ചു വീശുമ്പോ ആ മരുഭൂമിയിലെ പൊടികൾ, മണൽ പരപ്പുകൾ മുഴുവനും അതാ പാറി പറക്കുന്നത് പോലെ ഈ കാണുന്ന വലിയ ഉന്നതമായ പർവ്വതങ്ങൾ, ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങൾ മുഴുവനും അത് പൊടിപടലങ്ങളായി പാറി പറക്കുന്ന പൊടിപടലങ്ങളായി മാറുകയാണ്. വകുന്തും അസ്വാജൻ സലാസാ, അന്ന് നിങ്ങളുടെ അവസ്ഥ എന്താണെന്നറിയോ? ആ ഖിയാമത്ത് നാൾ സംഭവിക്കുമ്പോ, ഭൂമിയെ കിടുകിടാ വിറപ്പിക്കപ്പെടുമ്പോ, പർവ്വതങ്ങളെ പൊടിപടലങ്ങളാക്കപ്പെടുമ്പോ, പർവ്വതങ്ങളെ അതാ ഇടിച്ച് പൊടിക്കപ്പെടുമ്പോ, അത് മുഴുവനും പാറി പറക്കുന്ന പൊടിപടലങ്ങളാകുമ്പോ, അന്ന് നിങ്ങൾ ആ ഖിയാമത്ത് നാളിൽ 3 വിഭാഗക്കാരാണ്. ഈ ഭൗതികമാകുന്ന ലോകത്ത് താമസിച്ച ജനങ്ങളില്ലേ, കോടാനക്കോടി വരുന്ന ജനങ്ങളില്ലേ, അവര് 3 വിഭാഗം ജനങ്ങളാണ്. വകുന്തും അസ്വാജൻ സലാസാ, അന്ന് നിങ്ങൾ 3 പാർട്ടിക്കാരായി മാറുകയാണ്. ആരാണ് 3 പാർട്ടിക്കാരെന്നറിയുമോ? ഫഅസ്ഹാബുൽ മൈമനതി മാ അസ്ഹാബുൽ മൈമന, അതിൽ ഒരു വിഭാഗം ആരാണ്? വലത്തെ കയ്യിൽ ജീവിതത്തിൽ ചെയ്ത നന്മകളും തിന്മകളും ഒക്കെ രേഖപ്പെടുത്തിയ ഗ്രന്ഥം ആഖിറത്തിൽ വെച്ച്, മഹ്ശറയിൽ വെച്ച് വലത്തെ കയ്യിൽ ഗ്രന്ഥം ലഭിക്കുന്നവരാണ്. അവര് വിജയികളാണ്, അവര് നന്മയുടെ ആളുകളാണ്. അതാ റഖീബ് അതീദ് നമ്മുടെ 2 ചുമലുകളിൽ ഇരുന്നിട്ട് പ്രായപൂർത്തിയായത് മുതൽക്ക് മരണം വരെ ചെയ്തു കൂട്ടിയ എല്ലാ നന്മകളും രേഖപ്പെടുത്തിയ ഗ്രന്ഥോ, എല്ലാ തിന്മകളും രേഖപ്പെടുത്തിയ ഗ്രന്ഥോ, നമ്മുടെ ജീവിതത്തിലെ ഓരോ അനക്കവും അടക്കവും രേഖപ്പെടുത്തിയ ഗ്രന്ഥോ, ആ ഗ്രന്ഥം മഹ്ശറയിൽ നമ്മൾ വരുമ്പോ ഒരു വിഭാഗത്തിന്റെ വലത്തെ കയ്യിലത് ലഭിക്കുകയാണ്, ഒരു വിഭാഗത്തിന് വലത്തെ കയ്യിലത് നൽകുകയാണ്. മാ അസ്ഹാബുൽ മൈമന, ആ വലത്തെ കയ്യിൽ ഗ്രന്ഥം ലഭിക്കുന്ന ആളുകളുണ്ടല്ലോ, അവര് ഉന്നതന്മാരാണ്, വലിയ മഹത്വമുള്ളവരാണ്, അവര് വിജയികളാണ്. മാ അസ്ഹാബുൽ മൈമന, വലത്തെ കയ്യിൽ ഗ്രന്ഥം ലഭിക്കുന്ന ആളുകൾ, അവരെ അവസ്ഥ എന്താണ്? അവര് ഉന്നതന്മാരാണ്. സുബ്ഹാനല്ലാഹ്. എന്നാൽ രണ്ടാമത്തെ ഒരു വിഭാഗമുണ്ട്. വഅസ്ഹാബുൽ മശ്അമതി മാ അസ്ഹാബുൽ മശ്അമ, അല്ലയോ പ്രിയപ്പെട്ട ജനങ്ങളെ,
നാളെ മശ്റയിൽ നിങ്ങൾ 3 വിഭാഗക്കാരായിട്ടാണ് വരിക. അതിലൊന്നാമത്തെ വിഭാഗം നന്മകളും തിന്മകളും രേഖപ്പെടുത്തിയ ഗ്രന്ഥം അത് വലത്തെ കയ്യിൽ ലഭിക്കുന്നവരാണ്. സുബ്ഹാനല്ലാഹ്. ജീവിതത്തിൽ നാം ചൊല്ലിയ സ്വലാത്തുകൾ, ഓതിയ പരിശുദ്ധ ഖുർആൻ, അതുപോലെ നാം ചൊല്ലിയ ദിക്റുകൾ, തഹ്ലീലുകൾ, നാം നിസ്കരിച്ച നമസ്കാരങ്ങൾ, നാം ചെയ്ത അഅ്മാലുകൾ, സ്വാലിഹായ അമലുകൾ, അതെല്ലാം രേഖപ്പെടുത്തിയ ഗ്രന്ഥം. നാം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത തിന്മകൾ മുഴുവനും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ നന്മയാണ് തിന്മയേക്കാൾ കൂടിയിട്ടുള്ളത്. അതുകൊണ്ട് ആ ഗ്രന്ഥം ലഭിക്കുന്നത് വലത്തെ കരങ്ങളിലാണ്. അതേസമയം രണ്ടാമത്തെ ഒരു വിഭാഗമുണ്ട്. ജീവിതത്തിൽ ചെയ്ത മുഴുവൻ തിന്മകളും അതെല്ലാം നന്മയേക്കാൾ വർദ്ധിച്ചത് കാരണം, തിന്മകൾ മുഴുവനും നന്മയേക്കാൾ കൂടിയതു കാരണം അവന്റെ ഗ്രന്ഥങ്ങളെല്ലാം മടക്കിയിട്ട് ഇടത്തെ കയ്യിൽ ലഭിച്ചുപോയി, അവർക്ക് നൽകപ്പെട്ടുപോയി. മാ അസ്ഹാബുൽ മശ്അമാ, ഇടത്തെ കയ്യിൽ ഗ്രന്ഥം ലഭിക്കുന്ന കൂട്ടരുണ്ടല്ലോ, അവരെ അവസ്ഥ എന്താണ്? വളരെ നിസാരന്മാരാണ് അവര്. വളരെ പരിതാപകരമാണ് അവരുടെ അവസ്ഥ, വളരെ പ്രയാസകരമാണ് അവരുടെ അവസ്ഥ. സുബ്ഹാനല്ലാഹ്. അവര് പരാജിതരാണ്, അവർക്ക് വിജയമില്ല, പരാജയമാണ്. പിന്നെയോ വസ്സാബിഖൂന വസ്സാബിഖൂന സാബിഖൂൻ വസ്സാബിഖൂന സാബിഖൂൻ. മൂന്നാമത്തെ ഒരു കൂട്ടരുണ്ട്, അവര് നല്ല കാര്യങ്ങളിൽ മുന്നിലാണ്. അതേ നിസ്കാരത്തിന് അവര് മുന്നിലാണ്, സ്വലാത്തിന്റെ മജ്ലിസിൽ അവര് മുന്നിലാണ്, സ്വതക്ക നൽകാൻ അവര് മുന്നിലാണ്. മജ്ലിസ് ശിഫയുടെ നേതൃത്വത്തില്, ഈ കൂട്ടായ്മയുടെ നേതൃത്വത്തില് അതാ സ്വലാത്തുകൾ ചൊല്ലി അറിയിക്കാൻ വേണ്ടി നമ്മുടെ പണ്ഡിതന്മാര്, നേതാക്കള്, ആശിഖീങ്ങള് പറയുമ്പോ, അവര് അതിന് നേതൃത്വം നൽകുമ്പോ, അതിനവര് പങ്കാളികളാകുമ്പോ, അതിന് വേണ്ട സൗകര്യങ്ങൾ അവര് ചെയ്യുമ്പോ, അതാ ഓരോ മജ്ലിസുകളിലും ലക്ഷങ്ങളായ സ്വലാത്തുകൾ ചൊല്ലിയിട്ട് സമർപ്പിക്കുന്ന ഉമ്മയുണ്ടല്ലോ, സഹോദരിമാരുണ്ടല്ലോ, സഹോദരങ്ങളുണ്ടല്ലോ. പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ആ മൂന്നാമത്തെ വിഭാഗത്തെയാണ്. വസ്സാബിഖൂന സാബിഖൂൻ. അവര് വഅലിന്റെ മജ്ലിസിൽ മുന്നിലുണ്ട്, സ്വതക്ക നൽകാൻ അവര് മുന്നിലുണ്ട്, ദിക്റ് ചൊല്ലാൻ മുന്നിലുണ്ട്, ഇൽമു പഠിക്കാനും പറയാനും അവര് മുന്നിലുണ്ട്, നിസ്കരിക്കാനും ഖുർആൻ ഓതാനും അവര് മുന്നിലുണ്ട്, സ്വലാത്തു ചൊല്ലാൻ അവര് മുന്നിലുണ്ട്. എന്തെല്ലാം നന്മകൾ ചെയ്യാൻ കഴിയുമോ അതിലെല്ലാം അവര് മുന്നിലാണ്. അവരുടെ അവസ്ഥ ആഖിറത്തിലും അവര് മുന്നിൽ തന്നെ. ഭൗതികമാകുന്ന ലോകത്ത് ഈമാനിൽ മുന്നിൽ നിൽക്കുന്നവര്, ഇബാദത്തിൽ മുന്നിൽ നിൽക്കുന്നവര്, ആഖിറത്തിലേക്ക് എത്തുമ്പോ അവര് റബ്ബിന്റെ അനുഗ്രഹങ്ങള് ലഭിക്കാൻ അവര് മുന്നിൽ തന്നെ, അവര് മുൻനിരയിൽ തന്നെ. പരിശുദ്ധമായ ഖുർആൻ അവരെ കുറിച്ച് പറയാണ്, ഉലൈകൽ മുഖറബൂൻ. അവര് റബ്ബിന്റെ വലിയ സാമീപ്യം കിട്ടിയവരാണ്. ഫീ ജന്നാത്തിൻ നഈം. വലിയ അനുഗ്രഹങ്ങൾ നിറഞ്ഞൊഴുകുന്ന സ്വർഗത്തോപ്പുകളിലാണ് അവരുള്ളത്. സുല്ലത്തും മിനൽ അവ്വലീൻ. അവര് അതാ മുൻഗാമികളായ ആളുകളില്ലേ, കഴിഞ്ഞുപോയ സമുദായക്കാരില്ലേ, ആ കൂട്ടത്തിൽപ്പെട്ട ഒരു സംഘമാണ്. വഖലീലും മിനൽ ആഖിരീൻ.
ഈ മുത്തുനബിയുടെ സമുദായമില്ലേ, പിൽക്കാലക്കാരായി വന്ന ആളുകളില്ലേ, ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായക്കാരില്ലേ, അവരിൽപ്പെട്ട ചില ആളുകളും കുറഞ്ഞ ആളുകളുമാണ് ആ സ്വർഗത്തിന്റെ അവകാശികളായിട്ട് നാളെ ആഖിറത്തിൽ മുൻനിരയിലെത്തുന്ന മൂന്നാമത്തെ വിഭാഗമെന്ന് പരിശുദ്ധ ഖുർആൻ. ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. മജ്ലിസു ശിഫയിലെ മെമ്പറായ സഹോദരങ്ങളെ, മജ്ലിസു ശിഫയിലെ മെമ്പറായ സഹോദരിമാരെ, ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇതിൽ സ്വലാത്ത് ചൊല്ലി അറിയിക്കുന്ന കൂട്ടുകാരെ, കൂട്ടുകാരികളെ, നാളെ റബ്ബിന്റെ മുന്നിലെത്തുമ്പോ മുൻനിരയിലെത്താനുള്ള മാർഗമാണിത്, വിജയിക്കാനുള്ള മാർഗമാണിത്, റബ്ബിന്റെ സാമീപ്യം കിട്ടാനുള്ള മാർഗമാണിത്. പോരാ, അതേ കഴിഞ്ഞുപോയ വിഭാഗങ്ങളിൽ നിന്ന്, ജനങ്ങളിൽ നിന്ന് ഒരു സംഘത്തെ അതിനു വേണ്ടി സെലക്ട് ചെയ്തപ്പോ വഖലീലും മിനൽ ആഖിരീൻ, അവസാന കാലഘട്ടത്തിൽ വന്ന മുത്തായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിൽപ്പെട്ട കുറച്ചാളുകൾക്കാണ് അതിനവസരമുള്ളത്. റബ്ബേ, ആ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി തരണേ അല്ലാ. ഈ മജ്ലിസ് അതിന് കാരണമാക്കണേ അല്ലാ. ഞങ്ങളെ എല്ലാ മജ്ലിസുകളും അതിന് കാരണമാക്കണേ അല്ലാ. ഞങ്ങളെ മുഴുവൻ സംരംഭങ്ങളും അതിന് കാരണമാക്കണേ അല്ലാ. നിന്റെ ദീനിന് വേണ്ടി ഞങ്ങൾ എന്തെല്ലാം പ്രവർത്തിക്കുന്നുണ്ടോ, ഞങ്ങൾ എന്തെല്ലാം ചെയ്യുന്നുണ്ടോ, നിന്റെ ദീനിന് വേണ്ടി ആരെല്ലാം സഹായിക്കുന്നുണ്ടോ, നിന്റെ പരിശുദ്ധമായ ദീനീ പ്രവർത്തനങ്ങളിൽ ആരെല്ലാം പ്രവർത്തിക്കുന്നുവോ, നേതൃത്വം നൽകുന്നുവോ, ആരെല്ലാം അത് ഏറ്റെടുത്ത് നിർവഹിക്കുന്നുവോ, ഞങ്ങളെ എല്ലാവരെയും ആ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാ. നിന്റെ സാമീപ്യം ലഭിക്കുന്ന വിജയികളെ കൂട്ടത്തില്, സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന വിജയികളെ കൂട്ടത്തില്, നാളെ റബ്ബിന്റെ കോടതിയിൽ വരുമ്പോ മുന്നിൽ വരുന്ന വിജയികളെ കൂട്ടത്തില് ഞങ്ങളെ ഉൾപ്പെടുത്തി തരണേ അല്ലാ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധമായ സൂറത്തുൽ വാഖിഅയുടെ 14 ആയത്തുകളാണ് ഇന്ന് നാം വിശദീകരിച്ചത്. ചെറിയ വിശദീകരണം നമുക്ക് മനസ്സിലാക്കാൻ, നമുക്ക് ഓർമ്മയിൽ വെക്കാൻ, വിശുദ്ധമായ ഖുർആൻ അർത്ഥം ചിന്തിച്ചു പാരായണം ചെയ്യാനുള്ള ഒരു വഴി എന്ന നിലക്കാണ് ഇത് ഞാൻ ഇന്ന് ഓർമ്മപ്പെടുത്തിയത്. ഇൻഷാ അല്ലാഹ് അതിന്റെ ബാക്കി ഭാഗം അടുത്ത മജ്ലിസുകളിൽ നമുക്ക് പറയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മുത്തായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. നിങ്ങളിൽ ഏറ്റവും ഉന്നതന്മാരായ ആളുകൾ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരു പക്ഷേ നമ്മുടെ ചെറുപ്പകാലത്ത് നമുക്ക് പഠിക്കാൻ കൂടുതൽ അവസരം ഉണ്ടാകില്ല. നമ്മൾ സാമ്പത്തികമായ വലിയ വിഷമത്തിൽ അകപ്പെട്ടപ്പോ, നമ്മുടെ കുടുംബം വലിയ പ്രതിസന്ധിയിലായപ്പോ ഒരുപക്ഷെ നാം അന്ന് പഠന മേഖലയിൽ നിന്ന് മാറിയിട്ട് നാം നമ്മുടെ ജീവിതത്തില് വലിയ പ്രാരാബ്ധങ്ങൾ ഏറ്റി ചുമന്ന് നാം ജോലിക്കും മറ്റുമൊക്കെ തിരിഞ്ഞുപോയിട്ടുണ്ടാകും. എന്നാൽ ഇനിയും നമുക്ക് ഇതിന് അവസരമുണ്ട്. വിശുദ്ധമായ ഖുർആൻ പഠിക്കാൻ, അത് ജീവിതത്തിൽ പകർത്താൻ, അത് മുഖേന നന്നാവാൻ, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് അവസരമുണ്ട്. മുത്തായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും
ഏറ്റവും ടോപ്പ് ആളുകൾ, ഏറ്റവും ഉന്നതന്മാരായ ആളുകൾ ഖുർആൻ പഠിച്ചവരും പഠിപ്പിക്കുന്നവരുമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള നമ്മുടെ മജ്ലിസുകളിൽ നമുക്കിത് പറയണം, പഠിക്കണം. പരിശുദ്ധമായ ഖുർആൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ നമ്മോട് ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടിയും നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ മജ്ലിസിൽ നാം ഒരുമിച്ച് കൂടിയത് അല്ലാഹു നമ്മിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരൽപ്പം ഇസ്തിഗ്ഫാറും തഹ്ലീലും സ്വലാത്തും ചൊല്ലി ദുആ ചെയ്യാം. ധാരാളം ആളുകൾ ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട്. പല ഉദ്ദേശങ്ങളും പ്രയാസങ്ങളുമൊക്കെ അറിയിച്ചവരുണ്ട്. അല്ലാഹു അവരുടെയൊക്കെ ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കുമാറാകട്ടെ. അവരെ പ്രയാസങ്ങളൊക്കെ അല്ലാഹു പരിഹരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്കൊരൽപ്പം ഇസ്തിഗ്ഫാർ, സ്വലാത്ത്, തഹ്ലീലൊക്കെ ചൊല്ലണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. 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 ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂരി മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് ഗൈറുല്ലാഹ് നൂരി മുഹമ്മദ് സ്വല്ലല്ലാഹ്
لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا 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 الله محمد رسول الله صلى الله عليه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചൊല്ലിയ ഇസ്തിഗ്ഫാറുകൾ, തഹ്ലീലുകൾ, സ്വലാത്തുകൾ എല്ലാം അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂലാക്കുമാറാകട്ടെ. മജ്ലിസുശ് ശിഫ എന്ന ഈ മഹത്തായ പ്രാർത്ഥനാ സദസ്സിലേക്ക് ദുആ കൊണ്ട് ഏൽപ്പിച്ച ധാരാളം സഹോദരി സഹോദരന്മാർ ഉണ്ട്. അവരുടെ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും അല്ലാഹു പരിഹരിക്കുമാറാകട്ടെ. മക്കൾക്ക് ഇൽമ് ലഭിക്കാനും മരിച്ചുപോയ മാതാപിതാക്കൾക്കും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി അറിയിച്ചിട്ടുണ്ട്.
അല്ലാഹുവേ അവരെ മക്കൾക്ക് നാഫിആയ ഇൽമ് ധാരാളം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. വഫാത്തായി പോയ മാതാപിതാക്കളുടെ ഖബറുകൾ നീ സ്വർഗമാക്കണേ അല്ലാഹ്. ആ ദുആ കൊണ്ട് ഏൽപ്പിച്ചവർക്കും അവരെ കുടുംബത്തിനും നീ ഖൈറും ബറക്കത്തും സന്തോഷവും നൽകണേ അല്ലാഹ്. വീട് പണി പൂർത്തിയാകാൻ പ്രത്യേകം ദുആ ചെയ്യണം. കുറച്ചു വർഷങ്ങളായി മുടങ്ങിക്കിടക്കുകയാണ്. തടസ്സങ്ങൾ നീങ്ങുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. റബ്ബേ, അവരുടെ എല്ലാ തടസ്സങ്ങളും നീ നീക്കി കൊടുക്കണേ അല്ലാഹ്. വീട് പണി എത്രയും പെട്ടെന്ന് നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാഹ്. എന്ത് ശുറൂറുകൾ ഉണ്ടെങ്കിലും അതെല്ലാം നീ നീക്കണേ അല്ലാഹ്. ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയെങ്കിലും പൂർണ്ണ ശിഫ കിട്ടിയിട്ടില്ല. ഭക്ഷണം ജ്യൂസ് അടിച്ചു കൊടുക്കുകയാണ്. ഭക്ഷണം വല്ലപ്പോഴും മാത്രമേ കൊടുക്കാൻ കഴിയുന്നുള്ളൂ. റബ്ബേ, അവർക്ക് നീ പരിപൂർണ ആഫിയത്ത് നൽകണേ അല്ലാഹ്. ശിഫാ നൽകണേ അല്ലാഹ്. സലാമത്ത് നൽകണേ അല്ലാഹ്. കഴിഞ്ഞ ഓപ്പറേഷൻ നീ വിജയകരമാക്കി കൊടുക്കണേ അല്ലാഹ്. നല്ല റാഹത്തോടെ ഭക്ഷണം കഴിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഭർത്താവിന്റെയും ഭാര്യയുടെയും ടെൻഷൻ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. എല്ലാവരോടും സൽ സ്വഭാവത്തിൽ വർത്തിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ധൈര്യവും സന്തോഷവും നീ അവർക്ക് നൽകണേ അല്ലാഹ്. ഭർത്താവിന്റെ ജോലിയിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. പ്രഷർ നീ സുഖപ്പെടുത്തി കൊടുക്കണേ അല്ലാഹ്. മകൻ കല്യാണ പ്രായം എത്തിയിട്ടുണ്ട്. ക്യാഷിന്റെ ബുദ്ധിമുട്ട് കാരണം അവന് നാട്ടിൽ വരുന്നില്ല. അവന്റെ ജോലിയിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. സാമ്പത്തികമായ പ്രതിസന്ധി നീ നീക്കി കൊടുക്കണേ അല്ലാഹ്. സ്വാലിഹത്തായ ഒരു ഭാര്യയെ നീ അവർക്ക് നൽകണേ അല്ലാഹ്. 24 വയസ്സ് പ്രായമുള്ള കുട്ടി മരണപ്പെട്ടു. ഷോക്കിംഗ് ആയിരുന്നു. അവന്റെ ബർസഖി ജീവിതം നീ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. ഖബർ നീ സ്വർഗമാക്കണേ അല്ലാഹ്. പ്രകാശിപ്പിക്കണേ അല്ലാഹ്. എല്ലാ സന്തോഷവും നീ അവർക്ക് നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നീ നൽകണേ അല്ലാഹ്. ഇരു ലോകത്തും ഉപകരിക്കുന്ന സന്താനങ്ങളെ നീ നൽകണേ അല്ലാഹ്. സ്ഥലം വാങ്ങാൻ വല്ലാത്ത മുടക്കുകൾ വരുന്നു. റബ്ബേ, എല്ലാ ഷർറുകളിൽ നിന്നും നീ സലാമത്തു നൽകണേ അല്ലാഹ്. എല്ലാ തടസ്സങ്ങളെയും നീ നീക്കി കൊടുക്കണേ അല്ലാഹ്. എത്രയും പെട്ടെന്ന് സ്ഥലം വാങ്ങാനുള്ള മാർഗങ്ങൾ നീ ശരിപ്പെടുത്തി കൊടുക്കണേ അല്ലാഹ്. കാലിന് കുരു വന്നിട്ടുണ്ട്. റബ്ബേ, നീ സുഖപ്പെടുത്തണേ അല്ലാഹ്. ആ സഹോദരിയുടെ രോഗം നീ ശിഫയാക്കണേ അല്ലാഹ്. ഇപ്പോൾ സീരിയസ് ആണെന്ന് പറഞ്ഞ് ഡോക്ടർമാര് വിവരം പറഞ്ഞിട്ടുണ്ട്. റബ്ബേ, ആ രോഗം നീ സുഖപ്പെടുത്തണേ അല്ലാഹ്. എത്ര വലിയ രോഗാണെങ്കിലും നീ ശിഫയാക്കണേ അല്ലാഹ്. ഭർത്താവിന്റെ നടുവേദന നീ സുഖപ്പെടുത്തണേ അല്ലാഹ്. കുറെ പ്രശ്നങ്ങൾ വിഷമങ്ങളുണ്ട്. റബ്ബേ, നീ നീക്കി കൊടുക്കണേ അല്ലാഹ്. മരണപ്പെട്ട ഉപ്പന്റെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാഹ്. റബ്ബേ, നീ സ്വർഗമാക്കണേ അല്ലാഹ്. എന്റെ മൂത്തമ്മന്റെ മകൻ പെട്ടെന്ന് ബ്ലോക്ക് കാരണം ഗൾഫിൽ ഹോസ്പിറ്റലിലാണ്. റബ്ബേ, മജ്ലിസു ശിഫയുടെ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ അവർക്ക് ശിഫ നൽകണേ അല്ലാഹ്. ആഫിയത്ത് നൽകണേ അല്ലാഹ്. സലാമത്ത് നൽകണേ അല്ലാഹ്. ഒരു സഹോദരി സിഹർ ബാധിച്ചു പല രീതിയിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. റബ്ബേ, നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. സിഹർ ബാത്തിലാക്കണേ അല്ലാഹ്. ഇപ്പോൾ അത് അവരുടെ അനുജത്തിക്കും അവളെ പഠിത്തത്തിനും വല്ലാതെ ബാധിച്ചിരിക്കുകയാണ്. റബ്ബേ, എത്രയും പെട്ടെന്ന് നീ സലാമത്താക്കണേ അല്ലാഹ്. റാഹത്ത് നൽകണേ അല്ലാഹ്. ഭർത്താവിന്റെ ബിസിനസ്സിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഇരു ലോകത്തും വിജയം നൽകണേ അല്ലാഹ്. സൽ സ്വഭാവമുള്ള മനസ്സ് നൽകണേ അല്ലാഹ്. വീട് പണി പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാഹ്. ജോലിയിലും വീട്ടിലൊക്കെ ബറക്കത്ത് നൽകണേ അല്ലാഹ്. വീട് പണി പൂർത്തിയാക്കണേ അല്ലാഹ്. ഇരുന്ന് നിസ്കരിക്കുന്ന ഉമ്മക്ക് നിന്ന് നിസ്കരിക്കാനുള്ള ആഫിയത്ത് ശിഫാ നൽകണേ അല്ലാഹ്. ഇക്കയുടെ ജോലി നീ റാഹത്താക്കി കൊടുക്കണേ അല്ലാഹ്. മുറാദ് ഹാസിലാക്കാൻ വേണ്ടി ഒരു സഹോദരി റബ്ബേ നീ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. തലവേദന സുഖപ്പെടുത്തണേ അല്ലാഹ്. എല്ലാ അസുഖങ്ങളും ശിഫയാക്കണേ അല്ലാഹ്. കടങ്ങൾ വീട്ടി കൊടുക്കണേ അല്ലാഹ്. അസുഖങ്ങൾ നീ സുഖപ്പെടുത്തണേ അല്ലാഹ്. മാതാപിതാക്കൾക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാഹ്. ഒരുപാട് കടങ്ങൾ ബാധ്യതകൾ പ്രയാസങ്ങളുണ്ട്. റബ്ബേ, ഒക്കെ നീക്കി കൊടുക്കണേ അല്ലാഹ്. കടങ്ങൾ വീട്ടി കൊടുക്കണേ അല്ലാഹ്. ബാധ്യതകൾ നീ പരിഹരിക്കണേ അല്ലാഹ്. പറമ്പ് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. റബ്ബേ, എത്രയും പെട്ടെന്ന് റാഹത്തോടെ നല്ല വിലക്ക് നീ അത് വിറ്റുകൊടുക്കണേ അല്ലാഹ്.
ഒരു സഹോദരി ഗർഭിണിയാണ്, ഡോക്ടറെ കാണിച്ചപ്പോ ഗർഭപാത്രത്തിന് എന്തോ വിഷമമുണ്ട്, അടുത്ത ടെസ്റ്റ് അറിയിച്ചിട്ടുണ്ട്, അതിലൊരു ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കാൻ സുഖപ്രസവത്തിന് വേണ്ടി ദുആ ചെയ്യാൻ അറിയിച്ചിട്ടുണ്ട്. മജ്ലിസു ശിഫ ലക്ഷങ്ങളായ സ്വലാത്തുകൾ ചൊല്ലി സമർപ്പിക്കുന്ന മജ്ലിസാണ്. ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ അവർക്ക് സലാമത്ത് നൽകണേ അല്ലാ, സലാമത്ത് നൽകണേ അല്ലാ. അടുത്ത ടെസ്റ്റിന്റെ റിസൾട്ട് അനുകൂലമാക്കണേ അല്ലാ, പ്രയാസപ്പെടുത്തരുത് അല്ലാ, പ്രസവം എളുപ്പമാക്കണേ അല്ലാ. എന്റെ സുഹൃത്തിന്റെ ഉപ്പ കരളു സംബന്ധമായ ബുദ്ധിമുട്ടിലാണ്, റബ്ബേ നീ ശിഫ നൽകണേ അല്ലാ, നീ സലാമത്ത് നൽകണേ അല്ലാ. എന്റെ ഉപ്പയും ഉമ്മയും ശാരീരിക അസ്വസ്ഥതയുണ്ട്, റബ്ബേ നീ ശിഫ നൽകണേ അല്ലാ, ഉമ്മക്ക് ആഫിയത്ത് നൽകണേ അല്ലാ, മുറാദ് ഹാസിലാക്കണേ അല്ലാ. കടങ്ങൾ വീടാൻ, അവരുടെ എല്ലാ മുറാദുകളും നിറവേറാൻ ദുആ ചെയ്യാൻ സ്വലാത്തുകൾ ചൊല്ലി ഏൽപ്പിച്ചിട്ടുണ്ട്. റബ്ബേ നീ അവർക്ക് സലാമത്ത് നൽകണേ അല്ലാ. 1,80,000 സ്വലാത്ത് അല്ലാ അല്ലാ അല്ലാ, നീ അവർക്ക് സലാമത്ത് നൽകണേ അല്ലാ. അവരെ കടങ്ങൾ വീട്ടി കൊടുക്കണേ അല്ലാ, മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. മുത്തായ തങ്ങളെ കൊണ്ടവർക്ക് നീ പരിഹാരം നൽകണേ അല്ലാ. ഈ പരിശുദ്ധമായ മജ്ലിസു ശിഫയുടെ എല്ലാ മജ്ലിസുകളിലും വരുന്ന ദുആഇന്റെ വസിയത്തുകളും സ്വലാത്തിന്റെ എണ്ണങ്ങളും ഒക്കെ സ്വരൂപിച്ച് അതൊക്കെ നിയന്ത്രിക്കുന്ന ഷാഫി എടക്കഴിയൂർ എന്ന പ്രിയപ്പെട്ട കൂട്ടുകാരൻ, റബ്ബേ അൽഹംദുലില്ലാ, വലിയ സന്തോഷം അല്ലാഹു അദ്ദേഹത്തിന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്തരം മജ്ലിസുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നത് മുത്തായ തങ്ങളെ പൊരുത്തം കിട്ടാൻ ഏറ്റവും വലിയ കാരണമാകും. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഷാഫി എടക്കഴിയൂർ എന്ന പ്രിയപ്പെട്ട കൂട്ടുകാരൻ എന്തുകൊണ്ടും ഭാഗ്യവാനാണ്. റബ്ബേ നീ അവരുടെ പ്രയാസങ്ങളൊക്കെ നീക്കണേ അല്ലാ, പനിയും മറ്റു ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ നീ നീക്കണേ അല്ലാ, ശിഫാ നൽകണേ അല്ലാ. വിസ ഹൈറായ രൂപത്തിൽ ഒരു ഷോപ്പിലേക്ക് മാറുവാൻ നോക്കുന്നുണ്ട്, റബ്ബേ നീ അവസരം നൽകണേ അല്ലാ. നീ അത് ഹൈറാണെങ്കിൽ നീ അത് മാറ്റിക്കൊടുക്കണേ അല്ലാ, അതിനുള്ള മാർഗങ്ങളൊക്കെ ശരിപ്പെടുത്തി കൊടുക്കണേ അല്ലാ. ഹസദ് കൊണ്ടും കണ്ണേർ കൊണ്ടും ഒക്കെ വലിയ പ്രയാസമുണ്ട് കുടുംബത്തിന്, റബ്ബേ ഒക്കെ നീ മാറ്റണേ അല്ലാ, എല്ലാറ്റിൽ നിന്നും രക്ഷപ്പെടുത്തണേ അല്ലാ. ചെറിയ മക്കൾ വരെ ഉറക്കത്തിൽ പാമ്പിനെ കണ്ട് ഞെട്ടിപ്പോകുന്നു, റബ്ബേ നീ അവർക്ക് സലാമത്ത് നൽകണേ അല്ലാ. സുൽത്താനുൽ ആരിഫീൻ അസ്സയ്യിദ് അഹ്മദുൽ കബീർ ഇത്തിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീദ് തങ്ങളെ ബറക്കത്ത് കൊണ്ട് ഈ പരിശുദ്ധമായ മജ്ലിസ് മുത്തായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേലിൽ ലക്ഷങ്ങളായ സ്വലാത്തുകൾ ചൊല്ലി അറിയിക്കുന്ന സമർപ്പിക്കുന്ന മജ്ലിസാണ്. ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ആ മക്കളെ എല്ലാ ശർറിൽ നിന്നും നീ രക്ഷപ്പെടുത്തണേ അല്ലാ, നീ രക്ഷപ്പെടുത്തണേ അല്ലാ, നീ രക്ഷപ്പെടുത്തണേ അല്ലാ. കോടിക്കണക്കിന് സ്വലാത്തുകൾ ധാരാളം സഹോദര സഹോദരിമാരെ കൊണ്ട് ചൊല്ലിപ്പിക്കാനും മുത്തായ തങ്ങളെ ഉറക്കിൽ കാണാനും അവർക്കും ഞങ്ങൾക്കും ഒക്കെ തൗഫീഖ് നൽകണേ അല്ലാ. വഫാത്തായി പോയ അവരുടെ ഉപ്പ, റബ്ബേ അവരെ ആണ്ടുമാസമാണ്, നീ അവർക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാ, അഫു നൽകണേ അല്ലാ, ഖബർ സന്തോഷത്തിലാക്കണേ അല്ലാ, സ്വർഗമാക്കണേ അല്ലാ. അതുപോലെ ഒരു കൂട്ടുകാരന്റെ ഉപ്പ കഴിഞ്ഞ ദിവസം വഫാത്തായി, റബ്ബേ ആ ഉപ്പന്റെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ, സ്വർഗത്തോപ്പാക്കണേ അല്ലാ, ഖബർ നീ പ്രകാശിപ്പിക്കണേ അല്ലാ. അതുപോലെ ഇന്നത്തെ ദുആ മജ്ലിസില് എന്റെ ജോലിയുടെ കാര്യത്തിൽ പ്രത്യേകം ദുആ ചെയ്യണം ഒരു സഹോദരൻ ഏൽപ്പിച്ചിട്ടുണ്ട്. റബ്ബേ നീ അവർക്ക് അവരുടെ ജോലിക്ക് എന്ത് പ്രതിസന്ധി ഉണ്ടോ അത് നീ നീക്കി കൊടുക്കണേ അല്ലാ, അത് നീ നീക്കി കൊടുക്കണേ അല്ലാ. ഈ പരിശുദ്ധ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ അവർക്ക് സമാധാനം നൽകണേ അല്ലാ, അവരെ രക്ഷപ്പെടുത്തണേ അല്ലാ. അതുപോലെ വീടിന്റെ പണി ഒരുപാട് ആളുകൾ അറിയിച്ചിട്ടുണ്ട്. റബ്ബേ വീടിന്റെ നിർമ്മാണം തുടങ്ങിയവരെ നീ അത് പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാ, അതിന്റെ മാർഗങ്ങൾ നീ ശരിപ്പെടുത്തണേ അല്ലാ. തുടങ്ങാൻ ഉദ്ദേശിച്ചവർക്ക് അതിനുള്ള മാർഗങ്ങൾ വഴികൾ എത്രയും പെട്ടെന്ന് നീ എളുപ്പമാക്കണേ അല്ലാ. വീടില്ലാത്തവർക്ക് നല്ല സന്തോഷമുള്ള റാഹത്തുള്ള വീട് നൽകണേ അല്ലാ.
ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് എന്നെ കമ്പനി മാറ്റുകയാണ്. ഇനി എവിടെയാണ് ജോലി ഉണ്ടാവുക എന്നറിയില്ല. ഇനി കിട്ടുന്ന സ്ഥലം ഏതായാലും നല്ല ഒരു സ്ഥലമാവാൻ വേണ്ടി ഈ മജ്‌ലിസിൽ വെച്ച് ദുആ ചെയ്യാൻ വേണ്ടി അറിയിച്ചിട്ടുണ്ട്. റബ്ബേ, അവർക്ക് മനസ്സംതൃപ്തി നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ, എല്ലാ പ്രയാസവും നീക്കി കൊടുക്കണേ അല്ലാ, സമാധാനവും സന്തോഷവും നൽകണേ അല്ലാ. എല്ലാ വിഷമങ്ങളിൽ നിന്നും നീ അവരെ രക്ഷപ്പെടുത്തണേ അല്ലാ. അവര് കമ്പനി ഏത് സ്ഥലത്തേക്കാണ് അവരെ മാറ്റുന്നതെങ്കിൽ റബ്ബേ, ആ സ്ഥലം നീ വിജയകരമാക്കി മനസ്സിന് റാഹത്തുള്ള സന്തോഷമുള്ള ബറക്കത്ത് ലഭിക്കുന്ന സ്ഥലമാക്കി ജോലിയാക്കി നീ അവർക്ക് അവസരം നൽകണേ അല്ലാ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യുക. അങ്ങനെ ഒരുപാട് ആളുകൾ അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ മഹത്തായ മജ്‌ലിസ് സംഘടിപ്പിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരൻ ബദറുദ്ദീൻ സഖാഫി ഉസ്താദും അതുപോലെ തന്നെ അവരുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കള് ബഹുമാനപ്പെട്ട അബ്ദുൽ നാസിർ കാസർഗോഡ് അടക്കമുള്ള ധാരാളം സഹോദരങ്ങൾ, ഇബ്രാഹിം ഹബീബി അടക്കമുള്ള കൂട്ടുകാർ, അൽഹംദുലില്ലാഹ് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവർ ആരെല്ലാം ഉണ്ടോ അവർക്കൊക്കെ നീ ബറക്കത്ത് നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. ഈ മജ്‌ലിസ് സംഘടിപ്പിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒക്കെ ഒരുക്കി തന്ന അവർക്ക് എല്ലാവിധ ഖൈറാത്തുകളും ബറകാത്തുകളും നീ ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാ. അവരുടെ എല്ലാ പ്രയാസങ്ങളും നീ നീക്കി കൊടുക്കണേ അല്ലാ. അവരുടെ വീടിന്റെ നിർമ്മാണം നീ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാ. റാഹത്തോടെ സന്തോഷത്തോടെ നടത്തി കൊടുക്കണേ അല്ലാ. അവരെ കുടുംബത്തിൽ സമാധാനം നൽകണേ അല്ലാ. ജോലിയിലും കച്ചവടത്തിലും എല്ലാ പ്രവർത്തനങ്ങളിലും നീ ബറക്കത്ത് നൽകണേ അല്ലാ. അവരെ സംഘടനാ പ്രവർത്തനങ്ങളും ദീനീ പ്രവർത്തനങ്ങളും ഇൽമിന് വേണ്ടിയുള്ള ഖിദ്മത്തുകളും സഹായങ്ങളും ഒക്കെ നീ ഖബൂലാക്കണേ അല്ലാ. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. ഒരു 3 സ്വലാത്ത് എല്ലാവരും ഉറക്കെ ചൊല്ലുക. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على سيدنا محمد يا رب صل عليه وسلم. الحمد لله. നമ്മുടെ ഈ ചങ്ങരംകുളം അടുത്ത് കൊഴിക്കര എന്ന് പറയുന്ന പ്രദേശത്ത് ഈ പരിസരത്തെ 7 മഹാന്മാരുടെ സ്മരണയായി സ്ഥാപിക്കപ്പെട്ട കാം ഖുർആൻ അക്കാദമി എന്ന മഹത്തായ സ്ഥാപനം അൽഹംദുലില്ലാഹ് 25ഓളം വരുന്ന കുട്ടികൾ പരിശുദ്ധമായ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന മക്കളും അതുപോലെ തന്നെ വിശുദ്ധമായ ഇൽമ് പഠിക്കുന്ന ദർസ് പഠനം നടത്തുന്ന സ്കൂൾ സൗകര്യത്തോടു കൂടെ ദർസ് പഠനം നടത്തുന്ന മക്കളും അടക്കം 100ഓളം വരുന്ന വിദ്യാർത്ഥികൾ ഈ സ്ഥാപനത്തിന് കീഴിൽ പഠിച്ചു വരുന്നു. ഇതിനെ സഹായിക്കുന്ന സഹകരിക്കുന്ന ധാരാളം ആളുകൾ പല വിഷയങ്ങളും പറഞ്ഞു ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുർക്കൊക്കെ സന്തോഷവും റാഹത്തും ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ഇന്ന് ഞാൻ വർഷങ്ങൾ ജോലി ചെയ്ത വളാഞ്ചേരി അടുത്ത് പുറമണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അബ്ദുറഹ്മാൻ ബാഖവി എന്ന് പറയുന്ന മാനുപ്പ മുസ്ലിയാര് ഞങ്ങൾ ഒന്നിച്ച് ഒരു മഹല്ലിൽ അവര് ജോലി ചെയ്തവരാണ്. വലിയ ആത്മാർത്ഥമായ ബന്ധമുള്ളവരായിരുന്നു. ഇന്ന് അവര് വഫാത്തായി. അല്ലാഹുവേ അവരെ ഖബർ സ്വർഗമാക്കണേ അല്ലാ, സ്വർഗത്തോപ്പാക്കണേ അല്ലാ, ഖബർ നീ പ്രകാശിപ്പിക്കണേ അല്ലാ. അതുപോലെ തന്നെ നമ്മുടെ ദർസിനെയും നമ്മുടെ സ്ഥാപനങ്ങളെയും ഒക്കെ അതിരറ്റ് സ്നേഹിക്കുന്ന പുറമണ്ണൂരിലെ ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം കഴിഞ്ഞ ദിവസം വഫാത്തായി. അല്ലാഹുവേ നീ അവർക്ക് ഖബറിൽ സന്തോഷം നൽകണേ അല്ലാ. ഈ മജ്‌ലിസ് അവരെ ഖബറിലേക്ക് വലിയ തുണയായി നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد أرحم الراحماയ അൽമലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ അല്ലാഹ് ഞങ്ങൾ ചൊല്ലിയ ഇസ്തിഗ്ഫാറുകൾ തഹ്ലീലുകൾ സ്വലാത്തുകൾ പാരായണം ചെയ്ത സൂറത്തുകൾ എല്ലാം നീ ഖബൂലാക്കണം അല്ലാഹ് ഈ പരിശുദ്ധ മജ്ലിസിന്റെ മിസ്ൽ സവാബ് നിന്റെ ഹബീബ് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദ്റത്തിലേക്ക് എത്തിക്കണം അല്ലാഹ് മറ്റു മുഴുവൻ അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ ശുഹദാക്കൾ ആരിഫീങ്ങൾ എല്ലാ മഹത്തുക്കളുടെയും ഹദ്റത്തുകളിലേക്ക് എത്തിക്കണം അല്ലാഹ് പ്രത്യേകിച്ച് ഞങ്ങളുടെ സ്ഥാപനം കൊഴിക്കര കണ്ടങ്ങായി ആലി മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ അടക്കമുള്ള ഞങ്ങളുടെ സ്ഥാപനം കാം ഖുർആൻ അക്കാദമി എന്ന സ്ഥാപനം സ്മരിക്കുന്ന 7 മഹത്തുക്കളെ ഹദ്റത്തുകളിലേക്ക് എത്തിക്കണം അല്ലാഹ് കൊഴിക്കര സാദാത്തുക്കളെ ഹദ്റത്തുകളിലേക്ക് എത്തിക്കണം അല്ലാഹ് അവരെ ദറജകൾ ഉയർത്തണം അല്ലാഹ് അവരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മുഴുവൻ പാപങ്ങളും നീ പൊറുക്കണം അല്ലാഹ് നീ ഞങ്ങൾക്ക് മഗ്ഫിറത്ത് നൽകണം അല്ലാഹ് അഫ്വ് നൽകണം അല്ലാഹ് മാപ്പ് നൽകണം അല്ലാഹ് റബ്ബേ ജീവിതത്തിൽ ചെയ്ത എല്ലാ തെറ്റുകളും മാപ്പാക്കണം അല്ലാഹ് നീ ഞങ്ങൾക്ക് മഗ്ഫിറത്ത് നൽകണം അല്ലാഹ് പൊരുത്തപ്പെട്ടു തരണം അല്ലാഹ് ഞങ്ങളെ രോഗങ്ങൾ ശിഫയാക്കണം അല്ലാഹ് ഞങ്ങളിൽ ഒരാൾക്കും നീ ക്യാൻസർ നൽകല്ല അല്ലാഹ് അറ്റാക്ക് നൽകല്ല അല്ലാഹ് അൾസർ നൽകല്ല അല്ലാഹ് ട്യൂമർ നൽകല്ല അല്ലാഹ് ഷുഗർ നൽകല്ല അല്ലാഹ് പ്രഷർ നൽകല്ല അല്ലാഹ് കൊളസ്ട്രോൾ നൽകല്ല അല്ലാഹ് ശരീരവേദന നൽകല്ല അല്ലാഹ് ശരീരം തളർത്തി കളയല്ല അല്ലാഹ് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുത്തല്ല അല്ലാഹ് കാതിന്റെ കേൾവി നഷ്ടപ്പെടുത്തല്ല അല്ലാഹ് ശരീരത്തിന്റെ അവയവങ്ങളെ നീ തളർത്തി കളയല്ല അല്ലാഹ് മാരകമായ രോഗങ്ങൾ തന്നെ ഞങ്ങളെ ക്ഷമയും ഈമാനും നീ പരീക്ഷിക്കല്ല അല്ലാഹ് കോവിഡ് അടക്കമുള്ള മഹാമാരികളിൽ നിന്ന് ഞങ്ങൾക്ക് സലാമത്ത് നൽകണം അല്ലാഹ് റബ്ബേ ഞങ്ങളെ കടങ്ങൾ വീട്ടിത്തരണം അല്ലാഹ് ഞങ്ങളെ സ്ഥാപനങ്ങളെ കടങ്ങൾ വീട്ടിത്തരണം അല്ലാഹ് വീട്ടാനുള്ള വഴികൾ നീ തുറന്നു തരണം അല്ലാഹ് റബ്ബേ നീ ഞങ്ങളെ പ്രയാസപ്പെടുത്തല്ല അല്ലാഹ് വീടില്ലാത്തവരുണ്ട് ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട് വീടിന്റെ പണി തുടങ്ങി വെച്ചവരുണ്ട് എല്ലാവർക്കും റാഹത്തുള്ള സന്തോഷമുള്ള ബറക്കത്തുള്ള വീട് നൽകണം അല്ലാഹ് അതിനുള്ള മാർഗങ്ങൾ നീ ശരിപ്പെടുത്തണം അല്ലാഹ് വഴികൾ എളുപ്പമാക്കണം അല്ലാഹ് റബ്ബേ വിവാഹ പ്രായമെത്തിയ പെൺകുട്ടികൾ പെങ്ങന്മാരുള്ളവരുണ്ട് സ്വാലിഹീങ്ങളായ ഇണകളെ നൽകണം അല്ലാഹ് ചെറുപ്പക്കാരുണ്ട് സ്വാലിഹാത്തുകളായ ഭാര്യമാരെ നൽകണം അല്ലാഹ് ഗർഭിണികളുണ്ട് സുഖപ്രസവം നൽകണം അല്ലാഹ് ഓപ്പറേഷന് വിധേയരാക്കല്ല അല്ലാഹ് ഗർഭിണികളായ സഹോദരിമാര് അവരുടെ ഗർഭവുമായി ബന്ധപ്പെട്ട് പല വിഷമങ്ങളും ഡോക്ടർമാര് പറഞ്ഞിട്ടുണ്ട് അല്ലാഹ് റബ്ബേ അടുത്ത ടെസ്റ്റിന്റെ റിസൾട്ട് നീ അനുകൂലമാക്കണേ അല്ലാഹ് പ്രതികൂലമാക്കല്ല അല്ലാഹ് വിഷമത്തിലാക്കല്ല അല്ലാഹ് പ്രയാസം നൽകല്ല അല്ലാഹ് അവർക്ക് സഹലായ പ്രസവം നൽകണം അല്ലാഹ് റബ്ബേ ഞങ്ങൾക്ക് തന്ന മക്കളെയും തരുന്ന മക്കളെയും നീ സ്വാലിഹീങ്ങളാക്കണം അല്ലാഹ് ഉഖ്റവിയായ ആലിമീങ്ങളാക്കണം അല്ലാഹ് വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി മക്കളില്ലാതെ വേദനിച്ച് കഴിയുന്ന കുടുംബങ്ങളുണ്ട് ഖൈറായ മക്കളെ നൽകണം അല്ലാഹ് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണം അല്ലാഹ് റബ്ബേ ഞങ്ങളെ നീ ഖബൂലാക്കണം അല്ലാഹ് ഞങ്ങളെ മാതാപിതാക്കൾ ഉസ്താദുമാർ ഭാര്യ സന്താനങ്ങൾ ഞങ്ങളെ ശിഷ്യന്മാർ സ്നേഹികൾ സഹായികൾ സഹകാരികൾ ആരെല്ലാം ഉണ്ടോ അവർക്കെല്ലാം നീ ബറക്കത്ത് നൽകണം അല്ലാഹ് ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്ത് നൽകണം അല്ലാഹ് ദീർഘായുസ് നൽകണം അല്ലാഹ് ആരോഗ്യം നൽകണം അല്ലാഹ് സന്തോഷം നൽകണം അല്ലാഹ് റബ്ബേ ഞങ്ങളെയും ഞങ്ങളെ മക്കള് ശിഷ്യന്മാര് മുഴുവൻ ആളുകളെയും നീ സ്വാലിഹീങ്ങളാക്കണം
സ്വാലിഹീങ്ങളാക്കണം അല്ലാ, സ്വാലിഹാത്തുകളാക്കണം അല്ലാ, ഉഖ്റവിയായ ആലിമീങ്ങളാക്കണം അല്ലാ, ആലിമാത്തുകളാക്കണം അല്ലാ, മുതഅല്ലിമീങ്ങളാക്കണം അല്ലാ, മുതഅല്ലിമാത്തുകളാക്കണം അല്ലാ. പരിശുദ്ധമായ ഖുർആൻ മനപ്പാഠമാക്കുന്ന, മരണം വരെ ഒരൊറ്റ അക്ഷരം പോലും വിട്ടുപോകാതെ മനസ്സിന്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെക്കുന്ന ഹാഫിളീങ്ങളും ഹാഫിളാത്തുകളുമാക്കണം അല്ലാ. നിന്റെ ഹബീബായ തങ്ങളെ ആശിഖീങ്ങളാക്കണം അല്ലാ, അവിടുത്തെ മുഹിബ്ബീങ്ങളാക്കണം അല്ലാ, മാദിഹീങ്ങളാക്കണം അല്ലാ. റബ്ബേ, ഞങ്ങളെയും ഞങ്ങളെ ശിഷ്യന്മാര്, ഞങ്ങളെ മക്കള് ഒരാളെയും നീ ജാഹിലീങ്ങളാക്കല്ല അല്ലാ, ഫാസിഖീങ്ങളാക്കല്ല അല്ലാ, മുഫ്തിനീങ്ങളാക്കല്ല അല്ലാ, മുഫ്സിദീങ്ങളാക്കല്ല അല്ലാ, മുതകബ്ബിരീങ്ങളാക്കല്ല അല്ലാ, മുഗ്താബീങ്ങളാക്കല്ല അല്ലാ, ളാലീങ്ങളാക്കല്ല അല്ലാ, മുദ്ലിങ്ങളാക്കല്ല അല്ലാ, ളാലിമീങ്ങളാക്കല്ല അല്ലാ, മദ്ലൂമീങ്ങളാക്കല്ല അല്ലാ. ഞങ്ങളെ സന്താന പരമ്പര, ശിഷ്യ പരമ്പര ഖിയാമം നാൾ വരെ ഒരാളെയും നീ മുബ്തദിഈങ്ങളാക്കല്ല അല്ലാ. അർഹമുർ റഹീമായ റബ്ബേ, ഒരു മാസത്തിൽ മജ്ലിസ് ശിഫയുടെ 2 പ്രാർത്ഥനാ സദസ്സുകൾ നടക്കുന്നുണ്ട്. അതിൽ 2 മജ്ലിസുകളിലും കൂടി 50 ലക്ഷത്തിലേറെ സ്വലാത്തുകൾ ചൊല്ലി സമർപ്പിക്കുന്നുണ്ട്. അതിന് മുൻനിരയിൽ നിൽക്കുന്ന സഹോദരിമാരുണ്ട്, ലക്ഷങ്ങളായ സ്വലാത്തുകൾ ചെല്ലുന്ന ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്, കൂട്ടുകാരികളുണ്ട്, ധാരാളം സഹോദരങ്ങളുണ്ട്. റബ്ബേ, മുത്തായ തങ്ങളെ പൊരുത്തം അവർക്കും ഞങ്ങൾക്കും നീ നൽകണം അല്ലാ. മജ്ലിസു ശിഫ നിന്നെ പ്രതീക്ഷിച്ച് സംഘടിപ്പിക്കുന്ന മജ്ലിസാണ്, നിന്നെ പ്രതീക്ഷിച്ച് സ്വലാത്ത് സമർപ്പിക്കുന്ന മജ്ലിസാണ്. നിന്റെ ഹബീബായ തങ്ങളെ പൊരുത്തം പ്രതീക്ഷിച്ച് സ്വലാത്തു ചൊല്ലുന്ന ഉമ്മമാരുടെ, സഹോദരിമാരുടെ, സഹോദരങ്ങളെ കൂട്ടായ്മയാണ്. റബ്ബേ, നീ കബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, പ്രയാസങ്ങൾ പരിഹരിക്കണേ അല്ലാ, കടങ്ങൾ വീട്ടി കൊടുക്കണേ അല്ലാ, ജോലികളിൽ ബറക്കത്ത് നൽകണേ അല്ലാ, ബിസിനസ്സുകളിൽ കച്ചവടങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാ, സന്തോഷവും റാഹത്തും നൽകണേ അല്ലാ, എല്ലാ പ്രയാസങ്ങളും നീക്കി കൊടുക്കണേ അല്ലാ, വീട്ടിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ, കുടുംബ ജീവിതത്തിൽ നീ സമാധാനം നൽകണേ അല്ലാ. റബ്ബേ, ഭർത്താവിന്റെ ദുസ്വഭാവം കൊണ്ട് വിഷമിച്ച് പ്രയാസപ്പെട്ട് കഴിയുന്ന എത്രയോ സഹോദരിമാരുണ്ട്. അവരെ ഭർത്താക്കന്മാരെ നന്നാക്കണേ അല്ലാ, സൽസ്വഭാവികളാക്കണേ അല്ലാ. ഭാര്യമാരുടെ ദുസ്വഭാവം കൊണ്ട് വേദനിച്ചു പ്രയാസപ്പെട്ട് കഴിയുന്ന എത്രയോ സഹോദരങ്ങളുണ്ട്. അവരെ ഭാര്യമാരെ സൽസ്വഭാവികളാക്കണേ അല്ലാ, അവരെ നന്നാക്കണേ അല്ലാ, സന്തോഷത്തിലാക്കണേ അല്ലാ. റബ്ബേ, എല്ലാവരുടെയും നീ കുടുംബത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. എല്ലാവരുടെയും സന്താനങ്ങൾക്ക്, ഞങ്ങളെ എല്ലാവരുടെയും മക്കൾക്ക് നാഫിയായ ഇൽമ നൽകണേ അല്ലാ. SSLCയും +1ഉം +2ഉം ഡിഗ്രിയും ഒക്കെ പരീക്ഷ എഴുതുന്നവരും എഴുതാൻ പോകുന്നവരുമൊക്കെയുണ്ട്, നേരിടാൻ പോകുന്നവരുണ്ട്. റബ്ബേ, ഞങ്ങളെ മക്കളെ എല്ലാ പരീക്ഷകളിലും വിജയം നൽകണേ അല്ലാ, ഉന്നതമായ നിലവാരം നൽകണേ അല്ലാ, ഉയർന്ന മാർക്ക് നൽകണേ അല്ലാ, ഉയർന്ന വിജയം നൽകണേ അല്ലാ. റബ്ബേ, ഞങ്ങളെ മക്കളെയും ശിഷ്യന്മാരെയും ഒരാളെയും നീ ഒരു പരീക്ഷയിലും പരാജയപ്പെടുത്തല്ല അല്ലാ, പരാജയപ്പെടുത്തല്ല അല്ലാ. നല്ല ഓർമ്മശക്തി ഞങ്ങളെ മക്കൾക്ക് നൽകണേ അല്ലാ, നല്ല ഹിഫ്ദ് നൽകണേ അല്ലാ, അനുസരണ നൽകണേ അല്ലാ, നല്ല മക്കളാക്കണേ അല്ലാ, നല്ല ബുദ്ധിയുള്ള മക്കളാക്കണേ അല്ലാ, ഓർമ്മശക്തിയുള്ള മക്കളാക്കണേ അല്ലാ. റബ്ബേ, അവസാനം നിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിവാറിൽ വെച്ച് ദിക്റ് ചൊല്ലിയിട്ട്
ചൊല്ലിയിട്ട് ഹബീബായ തങ്ങൾ ദിക്റ് ചൊല്ലി തന്നതേറ്റ് ചൊല്ലിയിട്ട് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് അനുഗ്രഹങ്ങൾ കണ്ട് മരണത്തിന്റെ വേദന അറിയാതെ സന്തോഷത്തോടെ മൗത്താകാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. ഈ മജ്ലിസ് അതിന് കാരണമാക്കണേ അല്ലാ. ഞങ്ങളെ മുഴുവൻ മജാലിസുകളും അതിന് കാരണമാക്കണേ അല്ലാ. റബ്ബേ, ഈ മഹത്തായ മജ്ലിസു ശിഫയുടെ പരിപാടി അടക്കം ഞങ്ങളെ ദീനിന്റെ ഇൽമിനുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം നല്ല പരിപാടികൾ പ്രവർത്തനങ്ങളുണ്ടോ അതെല്ലാം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി സൗകര്യം ചെയ്തു തന്നതിനാവശ്യമായ സാധനങ്ങളെല്ലാം ഞങ്ങൾക്ക് മേടിച്ചു തന്ന ഞങ്ങളെ പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ട്. ഞാൻ അവരെ പേര് പറയുന്നത്, അവരെ പരിചയപ്പെടുത്തുന്നത് അവർക്ക് ഇഷ്ടമുണ്ടാകില്ലെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. റബ്ബേ, നീ അവർക്ക് ബറക്കത്ത് നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ, ഖൈറ് നൽകണേ അല്ലാ. അവരെ ജോലികളിൽ ബിസിനസ്സുകളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. അവരെ മാതാപിതാക്കൾക്ക് ആഫിയത്ത് നൽകണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ. അവരെ ഭാര്യ മക്കൾക്ക് ആഫിയത്ത് നൽകണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ. അവരെ കുടുംബത്തിന് സന്തോഷം സമാധാനം നൽകണേ അല്ലാ. അവരെ നീ ഏറ്റെടുക്കണേ അല്ലാ. റബ്ബേ, അവരെ വീടിന്റെ നിർമ്മാണം നടക്കുന്നവരുണ്ട്, നീ അത് വിജയകരമാക്കി കൊടുക്കണേ അല്ലാ, പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാ. അവസാനം ഈ ഭൗതികമാകുന്ന ലോകത്ത് ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒക്കെ അങ്ങ് ജീവിച്ചു കഴിയും. പക്ഷേ ഞങ്ങളങ്ങ് മരണപ്പെട്ട് ഖബറിലേക്ക് എത്തുമ്പോ, ഞങ്ങളങ്ങ് മഹ്ശറയിലേക്ക് എത്തുമ്പോ, ഞങ്ങളതിന്റെ ശേഷമുള്ള അവസ്ഥകളിലേക്ക് എത്തുമ്പോ, സിറാത്ത് പാലത്തിന്റെ സമീപത്തെത്തുമ്പോ, ഞങ്ങളെ ഗ്രന്ഥങ്ങൾ നന്മ തിന്മകൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങൾ വിതരണം ചെയ്യുന്ന സദസ്സിലെത്തുമ്പോ, റബ്ബേ, ഫരീഖും ഫിൽ ജന്നതി വഫരീഖും ഫിസ്സഈർ, ഒരു വിഭാഗം നരകത്തിലേക്കും ഒരു വിഭാഗം സ്വർഗത്തിലേക്കുമെന്ന് പറഞ്ഞു രണ്ട് വിഭാഗമായി തിരിക്കുന്ന ഒരു രംഗമെത്തുമ്പോ, സിറാത്ത് പാലത്തിന്റെ മേലെ കയറിയിട്ട് പലരും മിന്നൽ വേഗതയില്ലതാ പാലം കിടക്കുന്നു. വേറെ പലരും കയറിയപ്പോൾ തന്നെ താഴോട്ട് നരകത്തിലേക്ക് വീഴുന്നു. മറ്റു പലരെയും അതാ പകുതി എത്തിയപ്പോ, അതല്ലെങ്കിൽ പാലം കഴിയാനെത്തിയപ്പോ സബാരിയാക്കളായ മലക്കുകൾ വലിച്ച് നരകത്തിലേക്ക് ഇടുന്നു. റബ്ബേ, അത്രയും ഭയാനകരമായ അവസ്ഥകളിലേക്കൊക്കെ ഞങ്ങളെത്തുമ്പോ ഞങ്ങളെ കയ്യിലൊന്നുമില്ല, ഞങ്ങളെ കയ്യിലൊന്നുമില്ല, ഞങ്ങളെ കയ്യിലൊന്നുമില്ല. നിന്റെ മഹളായ ഫള് കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ, രക്ഷപ്പെടുത്തണേ അല്ലാ, രക്ഷപ്പെടുത്തണേ അല്ലാ. നീ അവിടെ ഞങ്ങൾക്ക് തുണയാകണേ അല്ലാ. ഞങ്ങളെ പാപങ്ങളൊക്കെ മായ്ച്ചു കളഞ്ഞ്, ഞങ്ങളെ തെറ്റുകളൊക്കെ മാപ്പ് തന്ന്, ഞങ്ങൾക്ക് നീ പൊരുത്തപ്പെട്ടു തന്ന്, ഞങ്ങളാഹ്റം സന്തോഷത്തിലാക്കി വിജയിപ്പിച്ച് സ്വർഗത്തിലേക്ക് പോകുന്ന ടീമിൽ ഒരു ചെറിയ അവസരം അതിലവസാനമായിട്ടെങ്കിലും ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غفار للمذنبين آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. إن شاء الله
മജ്‌ലിസു ശിഫയുടെ 4ാമത്തെ പ്രാർത്ഥനാ സദസ്സ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. നിങ്ങളെ പ്രാർത്ഥനകളിലൊക്കെ എനിക്കും കുടുംബത്തിനും എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും ഉസ്താദുമാർക്കും ഭാര്യ സന്താനങ്ങൾക്കും ശിഷ്യന്മാർക്കും മുഹബ്ബീങ്ങൾക്കും എല്ലാവർക്കും നിങ്ങളെ പ്രാർത്ഥനകളിൽ ഒരു ഇടം നൽകണം എന്ന് ഓർമ്മപ്പെടുത്തി ദുആ കൊണ്ടേൽപ്പിച്ച് സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على سيدنا محمد يا ربي صل عليه وسلم صل على جميع الأنبياء والمرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.